ഒരു ടൈറ്റിൽ ഞാൻ പറയാം, അതിലെടി അപ്പൊ തന്നെ ഫിക്സ്, ഒന്നും നോക്കണ്ട. എല്ലോ BMW ആദ്യം മുതലേ ഉണ്ട് കോളേജ്, ആരാ ഉള്ളതെന്നുള്ളത് സിനിമയെ കാണുന്നതുകൊണ്ട് തന്നെ പുള്ളി ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തത്. വന്ന് കയ്യിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് അതങ്ങോട്ട് ആ സീൻ എലിവേറ്റ് ചെയ്തു. ബേസിലിന്റെ ഒരു ഡയറക്ടോറിയൽ മൂവി ഞാനും ബോൾസൺ എഴുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അതൊരു വലിയൊരു ബ്രഹ്മാണ്ഡ പടമായിരുന്നു. അല്ലു അർജുനെ വെച്ച് എഴുതുന്നു. അല്ല, ഇതെല്ലാം പല കണക്റ്റാണ്. ഇതെല്ലാം അപ്ഡേറ്റ് എല്ലാം ഉടനെ ഉണ്ടാവും. ബേസിൽ വന്നതുകൊണ്ട് ടോവിനോ വരുന്നതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ. അത് ക്യാമിയോട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രോപ്പർ ആന്റഗനിസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യണം ചെയ്തു. വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. ടോവി കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട്, ലൈക്ക് കോൺട്രാസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ, ഇതുവരെ ചെയ്യാത്ത ടോവിനോനെ ഇങ്ങനെ കണ്ടിട്ടില്ല, ലൈക്ക് അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്. ഗാനഗുണ്ടെന്ന് പറയുന്ന കോൺസെപ്റ്റ് റിയൽ അങ്ങനെ അയാളെ ഞാൻ പാട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പാടും. കുറെ കേസിലുണ്ട്. പോസ്റ്റേഴ്സിൽ ഇല്ലാത്തവരാണ് പടത്തിൽ തൂക്കിയത് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അല്ല, എല്ലാവർക്കും ഇതിൽ ഇമ്പോർട്ടൻറ്റ് എല്ലാ ക്യാരക്ടേഴ്സാണ്. ഇതിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. OTT വരുമ്പോൾ നമുക്ക് അത്ര ദഹിക്കില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അതെ, സാധ്യതയില്ല. കാരണം ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ടവർ ഏത് ടൈപ്പ് കളർ, ഡ്രസ്സ്, തീം എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അത് ആപ്പാണ്? അല്ല, അത് ഡെവലപ്പ് ചെയ്തതാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി. ആക്ച്വലി അവർ പ്രത്യേകം ഒരു അസോസിയേറ്റ് ആണ് ജംഗ്ഷീദ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അവർക്കത് വളരെ യൂസ്ഫുൾ ആണ്. ബേസിലിന്റെ ലുക്കിലേക്ക് വരാം. വാരണായിരത്തിലെ സൂര്യയുടെ ഫസ്റ്റ് മുടി നീട്ടിയിട്ട് ഒരു പരിപാടി. മൊത്തത്തിൽ ബേസിൽ ആക്ച്വലി 15 കിലോ ഇത്രയും കുറച്ച് ഭീകര ട്രാൻസ്ഫോർമേഷൻ. ലൈഫിൽ ആദ്യത്തെ പടം ഡയറക്റ്റ് ചെയ്ത ഒരു ഡെബ്യൂ ഡയറക്ടറാണ് ഇന്നത്തെ ക്ലബ് സ്റ്റുഡിയോയിൽ ഇരിക്കുന്നത്. റൈറ്ററും കൂടിയാണ്. മിന്നൽ മുരളിയുടെ റൈറ്റർ ഡയറക്ടർ അരുൺ. വെൽക്കം ടു ക്ലബ് സ്റ്റുഡിയോ. അതിരടിക്ക് കയ്യടികൾ കിട്ടുമ്പോൾ, ആദ്യത്തെ പടത്തിന് തന്നെ കയ്യടികൾ കിട്ടുമ്പോൾ എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് കാലത്തെ ലൈക്ക് ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ലൈക്ക് കുറേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും മറ്റേ റൈറ്ററായിട്ടും ഒക്കെ തന്നെയാണ്. ഡയറക്ഷൻ തന്നെയായിരുന്നു ഈ ഷോർട്ട് ഫിലിം എഡിറ്റിങ്, അങ്ങനെ കുറേ വർഷമായിട്ട് അവസാനം ഫൈനലി അതിലേക്ക് എത്തി. അതിൻ്റെ അപ്പോൾ റിസൾട്ട് എല്ലാവരും നല്ല റിവ്യൂസ് കിട്ടുന്നു. പലയിടത്തും നല്ല റെസ്പോൺസ് ഉണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണെന്ന് പറയുന്നു. അതിരടി എന്ന് പറയുമ്പോൾ അതിരുവിട്ട അടി എന്നാണോ? അങ്ങനെ തന്നെയാണ് പേരുണ്ടായത്. അതായത് നമുക്ക് ആക്ച്വലി പോൾസൻ്റെ കൂടെ ആദ്യം ഡിസ്കഷൻ സ്റ്റേജിൽ തന്നെ നമുക്ക് ഒരു ക്യാമ്പസ് പടത്തിന് ടൈറ്റിൽ ഇടുക എന്ന് പറയുന്നത് കുറച്ച് ഒരു കയ്യാല പുറത്തെ തേങ്ങ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ചാൽ കോളേജ് ഡേയ്സ്, മെമ്മറീസ്, അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു കോളേജായിട്ട് വരാതെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു പരിപാടി വരണം. കാരണം അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറേ ഇങ്ങനെ ആലോചിച്ച ശേഷമാണ് വേറെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ, ലൈക്ക് പെട്ടെന്നല്ല. പോൾസൺ എന്ന് പറയുന്നത് ഒരു ടൈറ്റിൽ ഞാൻ പറയട്ടെ, അതിരടി അപ്പൊ തന്നെ ഫിക്സ്, ഒന്നും നോക്കണ്ട. കാരണം അത് തമിഴിൽ ആ വാക്ക് കേൾക്കുമ്പോൾ അതിനൊരു ഭംഗിയുണ്ട്. ആക്ച്വലി ഇത് തമിഴ് വേർഡാണ്. ആക്ഷൻ എന്നാണ് എൻ്റെ മീനിങ്. അതിരടിക്കും എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പവർ അതിലുണ്ടെന്ന് തോന്നി. അപ്പോൾ അത് അങ്ങനെ എന്നെ ഫിക്സ് ചെയ്തു. പോൾസൺ എവിടെ നിന്നാണ് വാക്ക് കിട്ടിയത്? പെട്ടെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പോൾസൺ രാവിലെ ഒരു ഡിസ്കഷൻ, നമ്മൾ മൂവിക്ക് ലൈക്ക് ടൈറ്റിൽ ഇടാതെ ഇട്ടിരുന്ന ഒരു ടൈമിൽ ഡിസ്കഷൻ സ്റ്റേജിൽ പെട്ടെന്ന് പോൾസൺ രാവിലെ പറഞ്ഞാണ് ഒരു ടൈറ്റിൽ ഞാൻ പറയട്ടെ, അതിരടി. കലക്കി. അത് ഒരാളടുത്ത് പറയുമ്പോൾ ഏതാ പടം കാണാൻ പോയത്, അതിരടി എന്ന് പറയുമ്പോൾ അതിനൊരു പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു വേർഡ്. ഡയറക്ഷൻ ആയിരുന്നു ആഗ്രഹം. ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈ ഷോർട്ട് ഫിലിമായിട്ടാണോ ആദ്യം അസിസ്റ്റന്റ് ആവാൻ ചെല്ലുന്നത്? ആദ്യം എനിക്ക് സ്കൂളിൽ നാടകം പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഡയറക്ഷൻ തന്നെയായിരുന്നു പ്ലാൻ എങ്ങനെയെങ്കിലും. അപ്പോൾ കോളേജ് എത്തുന്ന സമയത്ത് ഷോർട്ട് ഫിലിം വന്ന് സ്റ്റാർട്ടിങ് യൂട്യൂബിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിമുകൾ വന്നു. ഷേ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബേസിലിൻ്റെ പ്രിയമത കാതരയാണോ, അങ്ങനെ സിറ്റി ലൈഫ്. യെസ്, ആ ടൈമിൽ ഷോർട്ട് ഫിലിം ചെയ്താൽ നമുക്ക് കുറച്ച് സിനിമ ഡയറക്ഷൻ അങ്ങനെ ആളുകളെയൊക്കെ കോൺടാക്ട് കിട്ടും. അങ്ങനെ ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. ഷോർട്ട് ഫിലിം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ട് കാര്യമില്ല, കുറച്ചുകൂടി ക്രിട്ടിക്കലി അങ്ങനെയുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്താൽ നമുക്ക് ആരെങ്കിലും കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാം. അസിസ്റ്റൻറ്റ് ഡയറക്ടറായി നമുക്ക് പെട്ടെന്ന് ഡയറക്ടർ ആവാം. ഓക്കെ, അപ്പോൾ എങ്ങനെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവും? അപ്പോൾ നല്ല ഷോർട്ട് ഫിലിം ചെയ്താൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവും, ഒരു പ്രൊഫൈൽ കിട്ടുമല്ലോ. അങ്ങനെ ലൈക്ക് കപ്പ TV ഇവിടെ തന്നെ ആക്ച്വലി ഇതേ സ്ഥലത്ത് കപ്പ TV ഷൂട്ട് ആൻഡ് ഐഡിയ കോൺടെസ്റ്റ് വിന്നറായിരുന്നു. ഓ മൈ ഗോഡ്. ഇതേ ബിൽഡിങ്ങിലായിരുന്നു ഞാൻ വന്നത്. അപ്പൊ അതിൽ ജയിച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റൂ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ബിയോണ്ട് എന്നൊരു ഷോർട്ട് ഫിലിം ഇപ്പോഴും ഓർക്കട്ടെ, ഇതേ ബിൽഡിങ്ങിലാണ് ഞാൻ വന്നത്. അത് കൊള്ളാം.
ഇതേ ബിൽഡിങ്ങിൽ വന്നായിരുന്നു. ഇപ്പോൾ അന്നത്തെ ആ ഷോർട്ട് ഫിലിം യൂട്യൂബിലുണ്ട്. ബിയോണ്ട് അവാർഡ് വിന്നിംഗ് ഷോർട്ട് ഫിലിം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് 4 minutes ഉള്ളതാണ്. അപ്പോൾ അതിന് കിട്ടിയപ്പം നമുക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാമല്ലോ. അപ്പോൾ അങ്ങനെ കിട്ടി. പക്ഷേ രാജേഷ് ചേട്ടൻ്റെ കൂടെ, ട്രാഫിക്കിൻ്റെ ഡയറക്ടർ, പുള്ളിയുടെ കൂടെയാണ് വർക്ക് ചെയ്യാനായിട്ടൊരു അതിൽ ഓഫർ വന്നു. പക്ഷെ അത് നടന്നില്ല പുള്ളിയുടെ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ഷോർട്ട് ഫിലിം കുറേ കോമ്പറ്റീഷനിൽ അതിന് പ്രൈസ് കിട്ടിയായിരുന്നു. അപ്പോൾ വിലായത്ത് ബുദ്ധയുടെ ഡയറക്ടറാണ് ജയൻ നമ്പ്യാർ. പുള്ളി അത് കണ്ടിട്ട് എടാ ഞാൻ നിന്നെ എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ആൾ വിളിയൊന്നുമില്ല. നമ്മൾ പിന്നെ ഒരു തിയേറ്റർ ഗ്രൂപ്പുണ്ട് നമുക്ക്. അന്ന് തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ് ഇതിലിപ്പോൾ വടി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിരടിയിൽ അഭിനയിച്ചിരിക്കുന്നത്. അവരൊക്കെ അന്ന് തിയേറ്റർ ഗ്രൂപ്പിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ നമ്മൾ തിയേറ്റർ വർക്ക്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കോൾ വരികയാണ് ജയൻ ചേട്ടൻ, എടാ ഒരു ഓഫർ വന്നിട്ടുണ്ട്, സച്ചിയേട്ടൻ്റെ കൂടെ അനാർക്കലിയിൽ പടത്തിലാണ്. ഓക്കെ, പൃഥ്വിരാജിൻ്റെ കൂടെ. പക്ഷേ നീ എക്സ്പീരിയൻസ്ഡ് അസിസ്റ്റന്റ് ഡയറക്ടർ ആണെന്നാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നിന്നോണം. പിന്നെ ഞാനിത് എങ്ങനെയെങ്കിലും അത് പഠിച്ചിട്ട് നിൽക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി കഴിഞ്ഞാൽ ഡയറക്ടർ ആവാമല്ലോ. പക്ഷേ ഞാൻ 2 പടം അസിസ്റ്റന്റ് ഡയറക്ടർ റഹ്മാൻ്റെ കൂടെ കരിക്കും വെള്ളത്തിൽ AD-ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഡയറക്ടർ ആവാൻ എളുപ്പം റൈറ്റർ ആവുന്നതാണെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ ജയചേട്ടൻ വീണ്ടും പറഞ്ഞു, എടാ നീ ഇതിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നീ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് എന്ന് ചേട്ടാ എന്ത് ചെയ്യും, നീ ഒരു കാര്യം നീ റൈറ്റർ ആവും സച്ചിയേട്ടനെ പോലെ, അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഡയറക്ടർ. ഇതാരെ പറഞ്ഞു തന്നെ? ജയചേട്ടൻ തന്നെ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ റൈറ്റിംഗ് എന്ന് പറയുന്ന പരിപാടിയിലോട്ട് ഇറങ്ങുന്നത്. അങ്ങനെയാണ് പടയോട്ട് എഴുതിയെടുത്ത് ബേസിലിനെ പരിചയപ്പെടുന്നതും. ആഫ്റ്റർ ദാറ്റ് മിന്നൽ മുരളി എഴുതുന്നതും. മിന്നൽ മുരളി എഴുതുന്ന സമയത്ത് റൈറ്റിങ്ങിൻ്റെ കുറച്ചുകൂടെ ഏരിയ എക്സ്പ്ലോർ ചെയ്ത് കുറേ തിയറീസൊക്കെ വായിച്ച് അങ്ങനെ തിയററ്റിക്കലും കൂടെയാണ് സ്ക്രീൻ പ്ലേ. അത് നല്ലൊരു ലേണിംഗ് ടൈമായിരുന്നു ആ മിന്നൽ മുരളിയുടെ ടൈം. തിയററ്റിക്കലി എങ്ങനെയൊക്കെയാണ് പഠിച്ചത്? തിയററ്റിക്കലി നമുക്ക് ലൈക്ക് മാസ്റ്റർ ക്ലാസ് ഉണ്ട് ഇപ്പോൾ. ലൈക്ക് കുറച്ച് നമുക്ക് അതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. എനിക്ക് അതിൽ പറഞ്ഞിരിക്കും നമുക്കിപ്പം എല്ലാത്തിനും ഒരു തിയററ്റിക്കലായിട്ട് തന്നെ പഠിക്കണം നല്ലതായിരിക്കും എന്നുള്ള, എങ്കിലാണ് ബ്രേക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യണമായിരിക്കും നല്ലതെന്നുള്ള. എഴുതിയുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്, പല ടെക്നിക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഒരേ ഡയലോഗ് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ടോവിനോ ബേസിലിനെ പിടിച്ചിട്ടിട്ട് ബ്രേക്ക് പോയ വണ്ടി പോലെ നിൽക്കുകയാണ് ഞാൻ, എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നീ ചതയും, നീ ഒരു മാക്രിയാണെന്ന് പറയുന്നുണ്ട്. ഇതേ ഡയലോഗ് തിരിച്ച് ബേസിൽ സെയിം ഡയലോഗ് തിരിച്ച് കൗണ്ടർ ചെയ്യുന്നുണ്ട്, കൗണ്ടർ ഡയലോഗ്. അങ്ങനെയുള്ള കുറേ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ആദ്യം യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ പരിപാടി ലാസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഡയലോഗ്സ്. അങ്ങനെ ഫോർഷാഡും പേ ഓഫ്, സെറ്റപ്പ് പേ ഓഫ്, ചെക്ക് ഓഫ് ഗൺ, സെറ്റപ്പ് ചെയ്യുക, പേ ഓഫ് ചെയ്യുക എന്നുള്ളത്. ആദ്യം തുടക്കത്തിലുള്ള കുറേ കാര്യങ്ങൾ അവസാനത്തെ ആക്ടിലേക്ക് യൂസ് ചെയ്യുക. ബേസിക്കലി ഇറ്റ് വർക്ക്സ് ഇൻ 3 act സ്ട്രക്ചർ. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ചിലപ്പോൾ വർക്കാവാറില്ല. ലൈക്ക് അതൊരു മീറ്ററിൽ നമ്മൾ കറക്റ്റായി പിടിച്ചാലായിരിക്കും അത് വർക്കാവുന്നത്. അതിന് ശേഷം ഞാൻ അഗൈൻ റൈറ്ററായി, ഇനിയും ഡയറക്ടർ ആവണം എന്നുള്ള കുറേ നാളെടുത്തു. പിന്നെ അങ്ങനെ ബേസിലിൻ്റെ ഒരു ഡയറക്ടോറിയൽ മൂവി ഞാനും പോൾസൺ എഴുതുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. അതൊരു വലിയൊരു ബ്രഹ്മാണ്ഡ പടമായിരുന്നു. ശക്തിമാൻ അങ്ങനെ തന്നെ എനിക്കറിയില്ല അത് എന്താണ് അതിങ്ങനെ എങ്ങനെയായിപ്പോയത്. പക്ഷെ അത് നടന്നിരുന്നെങ്കിൽ അതൊരു നടക്കൂലേ ശക്തിമാൻ? എനിക്കറിയില്ല, എൻ്റെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. അല്ലു അർജുനെ വെച്ച് എഴുതുന്നു, അത് പരിപാടി നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നൊരു എക്സാക്ട് പിക്ചർ ഉടനെ എന്തായാലും അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും. മുകേഷ് ഖന്നയ്ക്ക് അല്ലു അർജുൻ ഇഷ്ടപ്പെട്ടു എന്ന് ഒരു സംഭവമുണ്ട്, അത് ട്രൂ ആണോ? അല്ല, ഇതെല്ലാം ഒരു പല കണക്റ്റാണ്. ഇതെല്ലാം അപ്ഡേറ്റ് എല്ലാം ഉടനെ ഉണ്ടാവും അതിന്റെ പരിപാടി. പുള്ളി കല്യാണത്തിന് പോയത് ഇതായിട്ട് ബന്ധപ്പെട്ടാണോ? അല്ലു അർജുൻ്റെ അനിയന്റെ പുള്ളിയെ വിളിച്ച അല്ലു അർജുന് ബേസിലിനെ അറിയാം. ലൈക്ക് പടം മിന്നൽ മുരളി കണ്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ദേ ആർ ഇൻ ടച്ച്. അപ്പോൾ അങ്ങനെ പോയതാണ്. ശക്തിമാൻ പിച്ച് ചെയ്തിട്ടുണ്ടോ? ഇല്ല, നോ കണക്ഷൻ വിത്ത് ശക്തിമാൻ. അപ്പോൾ അത് വേറെ പരിപാടിയാണ്. അത് എല്ലാ അപ്ഡേറ്റും. ശരി, ഓക്കെ. അപ്പോൾ അങ്ങനെ ഡയറക്ടറായി ഫൈനലി അവസാനം. ബ്രോ, കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങളുടെ ഹാർഡ് വർക്ക് പെയ്ഡ് ഓഫ്. ഡോക്ടർ അനന്തു ആണ് ഇതിലെ പ്രൊഡ്യൂസർ. പുള്ളിയുടെ ആദ്യത്തെ പ്രൊഡക്ഷൻ സംരംഭമാണ് സൈലം അനന്തു. പുള്ളിയൊരു ഓണ്ടർപ്രണറാണ്. അപ്പോൾ പുള്ളി 5ഓളം പടങ്ങൾ പ്രൊഡക്ഷനിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. കരിക്കിൻ്റെ പ്രൊഡക്ഷൻ. പുള്ളി പ്രൊഡക്ഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? ഞാൻ ബേസിൽ സ്ക്രിപ്റ്റ് കഴിഞ്ഞ് നമുക്ക് തന്നെ ഒരു കോ പ്രൊഡക്ഷൻ വേണം, ലൈക്ക് സമ്മൺ. അങ്ങനെ വന്നപ്പോഴാണ് നമുക്ക് അനന്തു എന്ന് പറയുന്ന ഒരാൾ സൈലം. അപ്പോൾ എനിക്കറിയാം അനന്തുവിൻ്റെ സൈലം റീൽസൊക്കെ ഞാൻ കാണാറുണ്ട്. മറ്റേ സഞ്ജയ് രാമസ്വാമി, ഈ പുള്ളീനെയൊക്കെ നമ്മൾ
എങ്ങനെയാണ് ഉം. കൊണ്ടുവരുന്നത് ഇത്രയും വലിയൊരു പരിപാടി എന്നൊക്കെ ഉള്ളു. അപ്പോൾ അങ്ങനെ പുള്ളി വരുന്നു, പുള്ളിയെ പരിചയപ്പെടുന്നു. പുള്ളി ഭയങ്കരമായിട്ട് സിനിമ കാണുന്ന ആളാണ്, അതെ ഭയങ്കര ഫാൻ. ഭയങ്കര സിനിഫയിലാണ്. പുള്ളി ഇങ്ങനെ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും. പുള്ളിയുടെ ജഡ്ജ്മെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ പറയുന്ന കഥയുടെ മീറ്റർ പുള്ളിക്ക് അറിയാം, എന്നാണ് പുള്ളിയുടെ നമ്മൾ കോളേജ് ഫെസ്റ്റ് പുള്ളി അതേ രീതിയിലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നമ്മൾ ഫുൾ നരേറ്റ് ചെയ്യായിരുന്നു, ഞാനും പോൾസനും. ഒരു 1 hour എടുത്ത് വിത്ത് മ്യൂസിക്. അതെ അതെ. അപ്പൊ ഈ മ്യൂസിക് റെഫറൻസ് മ്യൂസിക്കുകളായിരിക്കും. നമ്മൾ നേരത്തെ റെഫറൻസ്, നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ചുമ്മാ ഒരു മൂഡിന് വേണ്ടി ഇട്ടിരുന്ന ആക്ച്വലി ഇറ്റ് വർക്ക്സ്. അങ്ങനെ നമ്മൾ അത് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. അത് അങ്ങനെ വർക്കായി. ദെൻ അനന്ത് വന്നു ഓൺ ബോർഡ്. ലൈക്ക് അടിപൊളിയായിരുന്നു. നമ്മളിങ്ങനെ പുള്ളിയുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ എനർജി. പിന്നെ രൺവീർ സിംഗ് കഴിഞ്ഞ പിന്നെ ഇയാളെ കണ്ടിട്ടുള്ളൂ ഇത്ര ഹൈപ്പറായിട്ട് ഇങ്ങനെ. അടിപൊളി. ബേസിൽ ത്രൂ ആണ് അത് വരുന്നത്. അതെ അതെ. അപ്പോൾ ബേസിലും കൂടി ഞാനും പ്രൊഡക്ഷൻ ഏറ്റെടുക്കാന്ന് ആദ്യം ബേസിൽ. അതെ അതെ അതെ. ആദ്യം നമ്മൾ കഥ ലൈക്ക് അഗൈൻ നമ്മളൊരു പടം ഇരുന്നു, പക്ഷേ നടന്നില്ല. ആ പടത്തിൻ്റെ ഒരു സ്റ്റേജിൽ ഞാനും പോൾസനും എൻ്റെ ഒരു കോളേജ് സബ്ജക്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാർവേൻസ് കോളേജ് പഠിച്ചു. അപ്പോൾ അവിടെ നടന്ന കുറച്ച് പരിപാടികൾ നമ്മൾ പോൾസനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. പോൾസൻ്റെ കോളേജിൽ നടന്ന കുറേ പരിപാടികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ബേസിലുമായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഐഡിയ പറയുന്നു. അപ്പോൾ ബേസിൽ അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, അങ്ങനെ പറഞ്ഞു. ഞാൻ തന്നെ ആക്ട് ചെയ്യാം, പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെയാണ് അതിലേക്ക് തുടങ്ങുന്നത്. 9 months എടുത്ത് അതൊന്ന് സ്ക്രിപ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആയി വരാനായിട്ട്. പൊന്മാൻ്റെ സമയത്താണ് ബേസിലിനെ കണ്ടത് പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അതെ 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 അതെ. പൊന്മാൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് മൺട്രോയിൽ വെച്ചിട്ടാണ് ഇത് പിച്ച് ചെയ്യുന്നത്. നമ്മളതിപ്പോൾ മറ്റേ മൂവിയുടെ ഡിസ്കഷൻ സമയത്തായിരുന്നു പറയുന്നത്. ശക്തിമാൻ അല്ലെങ്കിൽ സൂപ്പർ ഹീറോ പടത്തിന്റെ. ശരി. പോൾസനും ബ്രോയും കൂടി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഫെസ്റ്റിനെ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. കോളേജ് ഫെസ്റ്റ് ഇതുവരെ അങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നിട്ടില്ല. അതിൽ നിന്നാണ് തോട്ട് മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തെ ഫെസ്റ്റ് ലൈക്ക് ഞാൻ കൺവീനറായിട്ട് സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈക്ക് അതിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങൾ ഭയങ്കര കോമഡിയാണ്. ലൈക്ക് നമ്മൾ ഫസ്റ്റ് കോളേജ് നടക്കുന്ന സമയത്ത് എപ്പോഴും പാടാ ഇതൊരു സിനിമയ്ക്കുള്ള കഥയുണ്ടല്ലോ എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ശരിക്കും അതിനുള്ളത് ഞാൻ അകം ബാൻഡായിരുന്നു നമ്മളെ കോളേജിൽ വരായിരുന്നു. അപ്പം ഞാനാണ് ഇപ്പോൾ പിക്ക് ചെയ്തുകൊണ്ടുവന്നത്. ഇവരെ കൊണ്ടുവരുന്ന സമയത്ത് ഇവരെ ഇടയ്ക്ക് ഇറങ്ങി വെള്ളം കുടിക്കാൻ. അപ്പോൾ എനിക്ക് ടെൻഷനാണ്, ഇവരെ എന്തെങ്കിലും പറ്റുമോ, ഇവരെ ഞാൻ നോക്കണമല്ലോ, ഇവരെ എത്തിക്കണം, ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇവരാരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ത്. അപ്പോൾ അന്ന് ഈ ഐഡിയ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജ് ഫെസ്റ്റിലൊരു സ്പേസ് പൂമരത്തിൽ വേറൊരു കലോത്സവമാണ് കാണിച്ചത്. ആ സ്പേസ് അവർ നന്നായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഇനിയുള്ളത് ടെക് ഫെസ്റ്റ് പറയുന്ന ധ്വനി രാഗം ഒക്കെയുള്ള ആ സ്പേസാണ്. ആ സ്പേസ് വെരി റിലേറ്റബിൾ സ്പേസാണ്. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് എല്ലാ ഫെസ്റ്റിനും നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ആ സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അപ്പോൾ അത് തന്നെയായിരുന്നു ആദ്യ ഐഡിയ. ലൈക്ക് ടെക് ഫെസ്റ്റ് റിലേറ്റ് ചെയ്ത് സംതിങ് ഒരു വേറൊരു കോൺട്രാസ്റ്റിലൊരു പരിപാടി പിടിക്കണമെന്നുള്ളതാണ്. ഫെസ്റ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അതെ, ഞാൻ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ധോനിക്ക് പോയപ്പോൾ പുള്ളിനെ കണ്ടിട്ടുണ്ട്. പുള്ളി എനിക്ക് അറിയില്ല, ജസ്റ്റ് പുള്ളി മറ്റേ ബേസിൽ ജോസഫ്, അങ്ങനെ അറിയാം. പുള്ളിയാണല്ലേ. അങ്ങനെ പുള്ളി ടഫാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആസ് എ ഡയറക്ടർ. ആസ് എ ഡയറക്ടർ അല്ലേ? ആസ് എ ആക്ടർ ആകുമ്പോൾ എങ്ങനെയാണ്? ആക്ടർ ആകുമ്പോൾ നമ്മളെന്തെങ്കിലും സജഷൻസ് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ പുള്ളി ഇത് ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആണോ എന്ന് ചോദിക്കും. ഡയറക്ടേഴ്സ് ആക്ടറാണോ? ഡയറക്ടേഴ്സ് ആക്ടറാണ്. അതെ അതെ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മറ്റേതല്ലേ ബെറ്റർ, ഓക്കെ അത് കൂൾ. പക്ഷെ ഡയറക്ടറായി കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് പുള്ളി നമ്മളെല്ലാം അങ്ങനെ എന്തോ ഇപ്പോൾ എന്തെങ്കിലും ഒരു സീൻ വർക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. ലൈക്ക് അത് വളരെ വളരെ സോഫ്റ്റായിട്ടായിരിക്കും അത് പറയുന്നത്, വർക്കായില്ല അത്. പിന്നെ അത് നമ്മൾ റീവർക്ക് ചെയ്യും, നമ്മൾ അതിന് എങ്ങനെയെങ്കിലും അതിനെ എത്തിക്കും ഡയറക്ടർ ബേസിൽ എന്നുള്ള രീതിയിൽ. അങ്ങനത്തെ എക്സാമ്പിൾ എന്തെങ്കിലും പറഞ്ഞുതരാം? മിന്നൽ മുരളിയിൽ തന്നെ, മിന്നൽ മുരളിയിൽ പറഞ്ഞ പോലെ വില്ലന്മാരുടെ ഏരിയ, വില്ലൻ എന്ന് പറയുന്ന ഒരു ഏരിയ ക്രാക്ക് ചെയ്യാനായിട്ട് കുറേ കാലം എടുത്തായിരുന്നു. കുറേ നമ്മൾ ഇത് കൺവിൻസ് ചെയ്യണമല്ലോ ആളുകളെ. നമുക്ക് അത് കുറേ ഡ്രാഫ്റ്റ് പോയിട്ടുണ്ട്. നമുക്കൊരു പ്രോപ്പർ ഒരു ആദ്യം കൊണ്ടുപോയത് എന്താ ഓർക്കുണ്ടോ? വില്ലനോ? വില്ലൻ കുറേ വില്ലന്മാരുണ്ടായിരുന്നു. ഒരു വില്ലനൊക്കെ ആദ്യത്തെ ഡിസ്കഷൻ നമ്മൾ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് വൈറസിൻ്റെ ലൊക്കേഷനിൽ പോയപ്പോൾ കൊച്ചിയിൽ നിന്ന് നമുക്ക് ഒരു വില്ലനെ കിട്ടി. നമ്മൾ കാറിൽ കയറുന്നു, കോഴിക്കോട്
പോകുന്നു, വൈറസിൻ്റെ സെറ്റിൽ പോകുന്നു, വില്ലനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, ഇത് പൊളിക്കും, ബേസിൽ ഉൾപ്പെടെ സംസാരിക്കുന്നു, ഇത് അടിപൊളിയായിരിക്കും. വില്ലൻ ഞാൻ പറയണില്ല, കോമഡിയാണ്. എന്നിട്ട് നമ്മൾ അവിടെയുള്ള 2-3 ഇപ്പോൾ അവിടെ മൂസിനുണ്ട്, അവിടെ വേറെ 2-3 ദിലീഷേട്ടനുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവരടുത്ത് ചുമ്മാ അവരോട് പറഞ്ഞു ചുമ്മാ നമ്മൾ പിച്ച് ചെയ്യും. അപ്പോൾ വർക്കായില്ല. പിന്നെ അങ്ങനെ ആ വില്ലൻ കോഴിക്കോട് വെച്ച് കൊല്ലപ്പെടുകയാണ്. അങ്ങനെ കുറേ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. അവസാനമാണ് ഈ വില്ലൻ വരുന്നത്. അവസാനമാണ്. പക്ഷെ ഇത് ബേസിലും കൂടി അംഗീകരിച്ച വില്ലനാണല്ലേ? അതെ അതെ അതെ. നമ്മൾ സാധാരണ ഒരു ചായക്കടക്കാരൻ എന്നുള്ളതിലേക്ക് എത്തുന്നത് ഷിബു. അപ്പോൾ അത് ജസ്റ്റിനും ഞാനും ഈ പറഞ്ഞ പോലെ കുറേ ലൈക്ക് ഒരു ഏകദേശം ഒരു 15 വില്ലന്മാർ കൊന്നിട്ടുണ്ട്. ബേസിലിന്റെ ലുക്കിലേക്ക് വരാം നമുക്ക്. ഈ ലുക്കിന്റെ റെഫറൻസ് എന്തായിരുന്നു അതിരടിയിലെ? ലുക്ക് എനിക്ക് ഈ വാരണായിരത്തിലെ സൂര്യയുടെ ഫസ്റ്റ് ഒരു പുള്ളീനെ കാണിക്കുന്ന മുടി നീട്ടിയിട്ട് ഒരു പരിപാടി. പിന്നെ നമുക്ക് പള്ളിക്കമ്പി ആദ്യം പുള്ളീനെ കാണിക്കുമ്പോൾ കുറച്ച് മേളിലാണ് ലൈക്ക് പുള്ളി അങ്ങനെ നിന്നിട്ട് വേണം പുള്ളിയുടെ ഒരു ആർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ പുള്ളി ഒരു മെച്ചോർഡ് ഒരു പുള്ളിക്ക് ഒരു ജേണി ഉണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ലീൻ അങ്ങനെ ഒരു മുടി വന്നിട്ട് ബാക്കിൽ മുടി വരുമ്പോൾ തന്നെ കുറച്ചൊന്ന് ലീനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഹെയർ കൂടുതലാകുമ്പോൾ. പിന്നെ ബ്രേസസ് ലൈക്ക് അത് അങ്ങനെ കൊണ്ടുവന്നു. മൊത്തത്തിൽ ബേസിൽ ആക്ച്വലി 15 കിലോ ലൈക്ക് ഇത്രയും കുറച്ച് ഭീകര ട്രാൻസ്ഫോർമേഷൻ. പുള്ളി എന്തായാലും കുറയ്ക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്തായാലും ഒരു കോളേജ് ലുക്ക് വേണമെന്ന് പറഞ്ഞു. ഈ കോളേജ് ലൊക്കേഷന് വേണ്ടി ഒരുപാട് കോളേജ് അന്വേഷിച്ച് പോയായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഈ കോളേജിൻ്റെ അകത്ത് കിടക്കുമ്പോൾ ഞാൻ ബേസിക്കലി ബേസിലിനെ അവിടെ പ്ലേസ് ചെയ്ത് നോക്കുമായിരുന്നു, മിക്സ് ആയി പോകണുണ്ടോ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, പുള്ളിയുടെ ആ ലുക്കൊക്കെ ഉള്ള ഒരുപാട് പേര് ഒരു അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ബേസിലിന് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ സെറ്റ് ഓക്കെയാണ്. അപ്പോൾ പുള്ളിയുടെ ഫ്ലാറ്റിൻ്റെ താഴെ തന്നെ ജിമ്മുണ്ട്, ഒരു ട്രെയിനർ ഉണ്ടായിരുന്നു. പുള്ളി ഡെയിലി ലൈക്ക് രാത്രി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അങ്ങനെ അങ്ങ് മോർണിംഗ് വരെ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് രാവിലെ അങ്ങനെ തന്നെ പോയി വർക്കൗട്ട് ചെയ്ത് ബേൺ ചെയ്തിട്ട് സാലഡാണ് കഴിക്കുന്നത്. ഇൻറ്റൻസ് ട്രെയിനിങ് ആയിരുന്നു. ടൊവിനോ കോ പ്രൊഡ്യൂസർ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ബേസിൽ വന്നതുകൊണ്ട് ടൊവിനോ വരുന്നതാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ? അത് ടൊവിനോയുടെ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടിട്ട് ടൊവിനോ വരുന്നതാണ്? അതെങ്ങനെ വർക്കൗട്ട് ആയത്? ടൊവിനോയുടെ ക്യാരക്ടർ ആക്ച്വലി ലൈക്ക് വെരി ഇൻട്രസ്റ്റിംഗ്. അത് വേറെ എൻ്റെ ഇതിൽ അഭിനയിച്ച വടി എന്ന് പറയുന്ന ക്യാരക്ടർ ട്രിവാൻഡ്രത്തുള്ളതാണ്, നമ്മൾ ഫ്രണ്ട്സാണ്. അപ്പോൾ പുള്ളിയുടെ വീട്ടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, ഒരു ചെറിയൊരു ചട്ടമ്പി അടിപരിപാടിയൊക്കെ നടത്തുന്നൊരു മച്ചാനാണ്. പുള്ളി ആക്ച്വലി പാട്ടുകാരനും കൂടെയാണ്. പുള്ളി പാടുമ്പോൾ ആരെങ്കിലും കൂവുകയാണെങ്കിൽ പോയി ഇടിക്കും. അപ്പോൾ ഈ ക്യാരക്ടർ ഇങ്ങനെ കുറേ കാലമായിട്ട് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ കൊള്ളാം, ഇതിനെ വെച്ചിട്ടൊരു മൊത്തം ഗാന കൊണ്ടുവന്ന ടൈറ്റിൽ ഒരു പടം തന്നെ ഫുൾ ചെയ്താലോ എന്നൊക്കെയുള്ള പ്ലാനിലുണ്ടായിരുന്നു. ലൈക്ക് ഈ അതിരടിയിലെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫേസിൽ നമുക്ക് വൈനോട്ട് ഈ ക്യാരക്ടറിനെ ഇങ്ങോട്ട് എടുത്തത് ക്യാമിയോട്ടായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പ്രോപ്പർ ആൻറ്റഗനിസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് ടൊവി കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ലൈക്ക് ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ളൊരു ക്യാരക്ടർ, ഇതുവരെ ചെയ്യാത്ത ടൊവിനോനെ ഇങ്ങനെ കണ്ടിട്ടില്ല. ലൈക്ക് അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ലുക്ക് ആൻഡ് അപ്പിയറൻസ്, മ്യൂസിക് ഉൾപ്പെടെ വേറെയാണ്, മൊത്തത്തിൽ വേറൊരാളായിട്ടാണ് പടത്തിലിപ്പോൾ അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നതാണ് ആളുകൾ പറയുന്നത്. ലൈക്ക് അത് അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ക്യാരക്ടറിൻ്റെ പരിപാടി കേൾക്കുമ്പോഴാണ് ടൊവിനോ എങ്കിൽ പിന്നെ ഞാൻ ഇതിലേക്ക് വരാമെന്നുള്ളൊരു പരിപാടിയിലോട്ട് എത്തുന്നത്. ഗാനഗുണ്ട എന്ന് പറയുന്ന കോൺസെപ്റ്റ് റിയൽ ആണ്. യെസ്, ഒരാളാണ് അങ്ങനെയുള്ളത് അല്ലേ? അങ്ങനെ പുള്ളിക്കറിയാമോ? അത് എനിക്കറിയില്ല പുള്ളിക്ക് അറിയാവുന്ന, പക്ഷെ അയാളെ ഞാൻ പാട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പാടും. അടിപൊളി, നന്നായിട്ട് പാടും. പക്ഷെ കുറെ കേസിലുണ്ട് പുള്ളിക്കരുത്. കുസാറ്റിലെ ഒരു ഇൻസിഡന്റ്, അതിൽ നിന്ന് കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഇതിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ഫെസ്റ്റിന്റെ കുറെ സ്റ്റേജിൽ സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷൻ നടക്കുമ്പോൾ ഈ നമ്മൾ വർക്ക് ചെയ്യണ പ്രൊഡക്ഷൻ ഹൗസിന്റെ അടുത്ത് തന്നെയാണ് കുസാറ്റ്. അപ്പോൾ നമ്മളവിടെ പോയിട്ടുണ്ട്, അവിടുത്തെ പിള്ളേരടുത്ത്, കുട്ടികളുടെ അടുത്ത്, സ്റ്റുഡൻസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അവർ കടന്നുപോയ ട്രോമ ലൈക്ക് ഇതിന് ശേഷം, അതെ ഇൻസിഡൻറ്റിന് ശേഷം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നമുക്കൊരു ഇമോഷണൽ ട്രാക്ക് നമ്മൾ ആലോചിച്ചായിരുന്നു. സോ വൈ നോട്ട് ഇതൊരു ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ ഒരു ഡ്രാമ ഒക്കെ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അതിലേക്ക് ഇറങ്ങുന്നത്. ദെൻ വിഷ്ണുവിൻ്റെ ക്യാരക്ടർ വന്നു, ചേട്ടൻ്റെ ക്യാരക്ടർ വന്നു. പിന്നെ അതും ചേട്ടൻ അനിയായിട്ടുള്ള ബോണ്ട് പരിപാടി വന്നു. നമുക്ക് എഴുതുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഈ ജോസഫ് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് ട്രോമ പാസ് ചെയ്ത് അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഫെസ്റ്റ് നടത്തുന്നുള്ള ഇമോഷണൽ ബോണ്ടിങ് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ വന്നതാണ്. കോളേജ് ഫെസ്റ്റിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്? എൻ്റെ
നിങ്ങളുടെ പോൾസന്റെ അതെ അതെ അതെ. ഇപ്പം ഇതിൽ അതിരടിയിൽ ഒരു ഫ്ലാഷ് മോബ് ഉണ്ട്. അതായത് അടി പോലെ വന്നിട്ട് ഡാൻസ് ആവും. ആ അപ്പോൾ അത് എൻ്റെ കോളേജിൽ നടന്നതാണ്. നമ്മൾ ചെയ്തിട്ടുള്ളൂ. കോളേജിൻ്റെ നടുക്ക് പിള്ളേരെല്ലാവരും മറ്റേ സൗണ്ട് ചെക്ക് ഒക്കെ നടക്കുന്നു, ബാക്കിയുള്ള ഇവൻറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് കുറേ പേര് ഓടി ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഓടി വന്നിട്ട് അടിയാവും. അടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴക്കും ബേളും ആകുന്നു. പെട്ടെന്ന് സൈഡിൽ നിന്ന് ഒരു മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്യുന്നു. പിന്നെ ഇത് നേരെ ഡാൻസ് ആവുന്നു. അത് വൻ വർക്കായി. അത് ശരിക്കും സീരിയസ് അടിയിലേക്ക് ഒരു പോയിന്റ് പോയി. പക്ഷെ നമ്മൾ ഡാൻസിലോട്ട് പോയി, പിന്നെ അങ്ങോട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് വർക്കായി. അപ്പോൾ അത് നമ്മൾ ഇവാനിസ് ചെയ്ത് അത് അങ്ങനെ തന്നെ എടുത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പോൾസന്റെ മെക്കാനിക്കൽകാരുടെ ഇരുമ്പിന് പകരം പെണ്ണിന് പകരം ഇരുമ്പിനെ സ്നേഹിക്കുന്നവരുടെ ഹൈക്കു കവിത, അങ്ങനെയൊക്കെയുള്ള കുറേ മെക്കാനിക്കൽ പഠിച്ചു. അപ്പോൾ മെക്കാനിക്കൽക്കാരുടെ കുറച്ച് വികാരം പരിപാടി അതിരടിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ബേസിൽ ആക്ച്വലി ധനിയിൽ കൺവീനറായിരുന്നു. അപ്പോൾ പുള്ളി ഫെസ്റ്റിൻ്റെ ബക്കറ്റ് 20 അങ്ങനെ ഇങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെ ബേസിൻ്റെ ഫെസ്റ്റ്. അതെ 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 അതെ. സത്യം പറഞ്ഞ ഫെസ്റ്റ് കൊണ്ട് ഒരു പടം എടുക്കാനുള്ള സാധനം ഉണ്ട് പണ്ട് പറഞ്ഞോണ്ടിരുന്നത്. അതെ അതെ അതെ. ഫെസ്റ്റിൻ്റെ അകത്ത് എന്തൊക്കെ കോമ്പറ്റീഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആക്ച്വലി അതിരടിക്കകത്ത് കുറേ സീൻസ് കഴിഞ്ഞ വർഷത്തെ രാഗത്തിന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? നമ്മൾ ഇതിൽ ഒരു ടീഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ആരോഹൺ ഫെസ്റ്റിൻ്റെ ടീഷർട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടീഷർട്ട് നമ്മളൊരു വർഷം മുമ്പ് ഈ ടീഷർട്ട് ഡിസൈൻ ചെയ്തിട്ട് അന്നത്തെ രാഗത്തിൽ പോയിട്ട് പിള്ളേർക്ക് റാൻഡം ഈ ടീഷർട്ട് കൊടുത്തിട്ട് ചുമ്മാ നടക്കാൻ പറയും. നമ്മളത് ഷൂട്ട് ചെയ്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടു, സോ ദാറ്റ് ഇത് ബ്ലെൻഡ് അറിയില്ല. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് ഏത് ക്യാമറ ഷൂട്ട് ചെയ്യും? നമ്മൾ സാധാ അത് റെഡിലായിട്ട് എടുത്തു. ഓക്കെ. അപ്പോൾ അവരോട് സംസാരിച്ച് ഫെസ്റ്റ് സമയത്ത് നമ്മൾ ജസ്റ്റ് വന്നിട്ട് ക്യാമറ എവിടെയെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്കറിയാവുന്ന കുറച്ച് വോളണ്ടിയേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ഈ ആരോഹൻ്റെ ടീഷർട്ട് ഇട്ടിട്ട് ഇവർ വെള്ളമൊക്കെ കൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഫുൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അതെല്ലാം എടുത്ത് ഇതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു BTS വീഡിയോ പോലെ കുറച്ച് ഷോർട്സ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അന്ന് എടുത്തതാണ്, രാഗത്തിനെടുത്താണ്. അത് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം കൂടെ സ്കെയിൽ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. സത്യം. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സ്കെയിലിൽ ഇത്രയും ക്രൗഡ് വെച്ച്, റിയൽ ക്രൗഡ് വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതെങ്ങനെ മാനേജ് ചെയ്തെടുത്ത്? പ്രോപ്പർ പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷനിൽ ഒരു മാസം 1.5 മാസം മുമ്പ് പോയി ഈ സീൻ ഇവിടെ ഷൂട്ട് ചെയ്യും. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിനെ നിർത്തി നമ്മൾ മൊബൈലിൽ ഫോട്ടോസ് എടുത്ത് AI മിഡ് ജേണിയിലൊക്കെ നമ്മൾ പല സ്റ്റോറി ബോർഡ് വരച്ച് അങ്ങനെ മൊത്തം നമ്മൾ സ്ട്രക്ചർ ചെയ്ത് അതിനുശേഷം നമുക്ക് പ്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഫുൾ ക്രൗഡ് കിട്ടില്ല. ലൈക്ക് നമുക്കിപ്പോൾ ഒരു റാലി ഉണ്ട്, ഇതിൻ്റെ ക്ലൈമാക്സ് ഓൾമോസ്റ്റ് ഒരു 18 ദിവസമൊക്കെ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഈ 2000 അല്ലെങ്കിൽ 1500 ക്രൗഡ് പോസിബിൾ അല്ല. ബഡ്ജറ്റ് വിൽ ഷൂട്ട് അത്രയും പോകും. നമുക്ക് അതിൻ്റെ ആവശ്യം നമുക്ക് ഒരു ദിവസം മതി ആക്ച്വലി ഒരു ഫുൾ ക്രൗഡ്. അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു ദിവസം ഫുൾ ക്രൗഡിനെ വിളിച്ചിട്ട് നമ്മൾ വൈഡുകളൊക്കെ അതിലങ്ങെടുക്കും. ഓക്കെ. എന്നിട്ട് അടുത്ത ദിവസം നേരെ ഒരു 200 ആയിരിക്കും വരുന്നത്. എന്നിട്ട് ഇവരുടെ മാത്രം മെയിൻ ക്യാരക്ടേഴ്സിന് മാത്രം ലുക്ക് ക്ലോസ് ഒക്കെ അപ്പോൾ നമ്മളെടുക്കും. അങ്ങനെ ഇത് ചെയ്ത്, അല്ലാതെ ഇത് എല്ലാം പല ഷോട്ട്സിന് വേണ്ട വൈഡൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അതൊക്കെ നേരത്തെ നമുക്ക് പ്ലാൻ ചെയ്യും. ഇതിൽ ബിഹൈൻഡ് ദ സീൻസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് അവർ അതിൻ്റെ അകത്ത് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ട് ഏത് ടൈം, കളർ, ഡ്രസ്സ്, തീം എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവരൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്ലാൻ ചെയ്താണ്. അല്ലെങ്കിൽ ഇത് ആപ്പാണോ? അല്ല, അത് ഡെവലപ്പ് ചെയ്തതാണ്. മലയാള സിനിമയ്ക്ക് വേണ്ടി ആക്ച്വലി അവർ പ്രത്യേകിച്ച് ഒരു അസോസിയേറ്റ് ആണ്, ജംഷീദ് എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അവർക്കത് വളരെ യൂസ്ഫുൾ ആണ്. സീൻ നമ്പർ, ലൈക്ക് എന്താണ് ഡേ, ഇന്ന് എത്ര ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്. അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പം സാംബോയ് അടിക്കുമ്പോൾ സാംബോയുടെ എല്ലാ സീനും വരും. ഹൗസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ സീന്, വീട്ടിലിടേണ്ട ഡ്രസ്സുകളും ചേഞ്ച് എല്ലാം വരും, എല്ലാം ഓട്ടോമാറ്റിക്. അല്ലെങ്കിൽ ഇതെന്ത് സംഭവിച്ചാൽ നമ്മളിത് ഫുൾ എഴുതി പേപ്പർ അത് ബോക്സിൻ്റെ അകത്ത് നിന്ന് എടുക്കണം, സ്റ്റേപ്പിൾ കാണാൻ എല്ലാം മറ്റത് അങ്ങനെ ഇങ്ങനെ ഫുൾ കൺഫ്യൂഷൻ. ഇതൊക്കെ സോർട്ടഡ് ആണ്. അപ്പോൾ ഇത് ക്രൗഡ് സീൻസ് എല്ലാം വരും, എല്ലാം മാർക്ക് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്താൽ മതി. പ്രീ പ്രൊഡക്ഷൻ
കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ലൈക്ക് ഇപ്പം വെറുതെ നമ്മൾ ഹോളിവുഡ് പ്രൊഡക്ഷൻ്റെ കുറേ പ്രീ പ്രൊഡക്ഷൻ വീഡിയോസ് കണ്ടു. ലൈക്ക് മാഡ് മാക്സ് ഒക്കെ മാസങ്ങളോളം ഇരുന്ന് അല്ലാതെ അത് എല്ലാ ദിവസവും നമുക്ക് ഷൂട്ടിന് പോകാം എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ നമ്മൾ ഇന്ന ദിവസം ഇത്രയും ക്രൗഡുണ്ട്, സോ അത് മാർക്ക് ചെയ്ത് എന്തൊക്കെ ഷോട്ട് വേണം, ആ ഷോട്ടിൻ്റെ ലെങ്ത് എന്താണ്, ലെൻസ് എന്താണ്, അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് കൃത്യമായിട്ട് എടുക്കുക. അടുത്ത ദിവസം ഇതേ കണ്ടിന്യൂറ്റി ആളുകൾ വരും, അപ്പോൾ ഇതിൻ്റെ ക്ലോസ് എടുക്കുക. അപ്പോൾ അന്ന് 200 പേരെ വരും. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തത്. സൂപ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട്, അത് നമുക്ക് കോമൺ മാൻ ആദ്യമായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പോസ്റ്റേഴ്സിൽ ഇല്ലാത്തവരാണ് പടത്തിൽ തൂക്കിയത് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അങ്ങനെയാണോ ഡയറക്ടർ പറയുക? അല്ല, എല്ലാവർക്കും ഇതിൽ ഇമ്പോർട്ടൻറ്റ് എല്ലാ ക്യാരക്ടേഴ്സാണ്. ഇതിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും തന്നെ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളവർ തന്നെയാണ്. ഇതിലിപ്പോൾ സെക്കൻഡ് ഹാഫിൽ വരുന്ന ദാറ്റ് ക്യാമിയോ, ആ ക്യാമിയോയെക്കുറിച്ചുള്ള വാട്ട് എവർ അത് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ആ യെല്ലോ BMW ആദ്യം മുതലേ ഉണ്ട് കോളേജിൽ. അതിൽ ആരാ വരുന്നത്, ആരാ ഉള്ളതെന്നുള്ളത് അറിയില്ലെന്നാണ് ഉള്ളത്. ലൈക്ക് അതെങ്ങനെ രഹസ്യമാക്കി വെച്ച് അത് നമ്മൾ അത് ഷൂട്ട് ചെയ്തതൊക്കെ വളരെ അറിഞ്ഞുകൂടാത്ത അങ്ങനെ നൈറ്റ് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തത്. നമ്മളത് വിട്ടില്ല നമ്മളത്. പക്ഷെ അത് പുള്ളിക്കാരനായിട്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ഈ സിനിമ കാണുന്ന പോലെ തന്നെ പുള്ളി ഭയങ്കര അടിപൊളിയായിട്ടാണ് ചെയ്തത്. വന്നു പുള്ളി അതിനങ്ങ് കൈന്ന് അങ്ങോട്ട് ഇട്ട് അതങ്ങ് ആ സീൻ എലിവേറ്റ് ചെയ്തു. കൈന്നിട്ട് പുള്ളി സീനെ എലിവേറ്റ് ചെയ്ത് കോമഡിയൊക്കെ പുള്ളിയുടെ ഒരു പരിപാടി ഉണ്ടല്ലോ അതിലങ്ങ് അത് ആ BMW ആയിട്ട് തന്നെ ഇരിക്കും. BMWയിലെ ക്യാമിയോ അത് ഭയങ്കരമായിട്ട് വർക്കായി. അതെ അതെ, ആ ക്യാമിയൊക്കെയുള്ള വെച്ചാൽ ആ BMW പറഞ്ഞാൽ 2 ബട്ടർഫ്ലൈ ഡോസ് ആണ്. സോ അത് തന്നെയാണ് പുള്ളിയുടെ ക്യാരക്ടർ. കുറച്ച് അപ്പോൾ അതാണ് കൊടുത്ത ഡിസ്ക്രിപ്ഷൻ. പുള്ളി ആ വണ്ടി പോകുന്ന ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ കൈന്നിട്ടാണ് ആണോ? അത് ഇവർ ഇത്രയും പേരുണ്ടല്ലോ. ലൈക്ക് ഇത് പുള്ളി തുടങ്ങുന്നു, ഇവർ നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ഡയലോഗ്സ് ഉള്ളത് കൊടുക്കുന്നു. ഇത് നമ്മളൊരു 2-3 വട്ടം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. റിഹേഴ്സൽ ചെയ്യണ സമയത്ത് മച്ചാൻ്റെ രീതിയിലുള്ള പരിപാടികളിടും. അപ്പോൾ ബേസിൽ അവരെ കൊണ്ടുവരും. ഇപ്പം ഷാനിക്കൊക്കെ അവിടെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് അതിവിടെ സീനൊക്കെ വർക്ക് ചെയ്തത്. പുള്ളി അഭിനയിക്കേണ്ട ആളാന്ന് എല്ലാവരും പറയുന്നുണ്ട്, റിവ്യൂവേഴ്സും പറയുന്നുണ്ട്. ഷാൻ റഹ്മാൻ ആ റോളിന് പറ്റിയ ഇതായതുകൊണ്ട് അങ്ങനെ വന്നതാണോ അതോ പുള്ളിനെ അഭിനയിപ്പിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ഇത് വിനീതേട്ടനെ ആലോചിച്ച സമയത്ത് ബാക്കി എല്ലാത്തിനും കോമ്പോസ് ഉണ്ട്. ഇപ്പോൾ ബേസിൽ ഷെൽവിൻ, ടൊവി ആൻഡ് ഗ്യാങ്. അപ്പോൾ ഇവിടെ വിനീതേട്ടൻ്റെ പെർസ്പെക്റ്റീവിലുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ പോൾസൺ ഷാൻ റഹ്മാൻ ഒന്ന് എങ്ങനെ ഉണ്ടാവും. എനിക്കത് കേട്ടപ്പോൾ തന്നെ ഞാൻ ചിരിച്ചെനിക്ക് ആ മറ്റേ വർഷങ്ങൾക്ക് ശേഷത്തിൽ ആ സീൻ ഓർമ്മ വന്നിട്ട് അടിപൊളിയായിരിക്കും. അപ്പം വേറെ ഒന്നും നോക്കിയില്ല, ഫിക്സ്ഡ്. അങ്ങനെ പുള്ളിനെ ഇറക്കുന്നു. നല്ല ആക്ടറാണോ? അടിപൊളി, ഒന്നും പറയാനില്ല. കൂടുതൽ സിനിമകൾ ചെയ്യണം. അതെ ഉറപ്പായിട്ടും പുള്ളിയുടെ എല്ലാ പുള്ളി അവിടെ ഇരുന്ന് പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇടുന്നതെല്ലാം കൗണ്ടേഴ്സിൻ്റെ മോഡുലേഷനിലാണ്, എനർജി എല്ലാം അടിപൊളിയാണ്. ഓക്കെ, അതിരടിക്ക് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഡയറക്ടറുടെ കമന്റ് പറയണം. ഓക്കെ, ഭയങ്കര ഓളമാണ് പടത്തിന്. ആദ്യമേ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. ഈ പടം കാണുന്ന സമയത്ത് കാണുന്നവർ ആ കോളേജിലാണെന്ന് തോന്നണം. ഓക്കെ, അതിൻ്റെ നടുക്ക് നിൽക്കണം എന്ന് തോന്നും. അപ്പോൾ അതിനെ എത്രമാത്രം നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്പർ ഓഫ് ആളുകൾ അവിടെ വരുന്നു, അതേ സമയത്ത് നമുക്ക് കാണാം അതിൽ ബാക്കിൽ കൂടെ ഉള്ള അതിനെ ലൈവ് ആക്കാൻ വേണ്ടി ബാക്കിൽ കൂടെ ഒരു സീൻ നടക്കുമ്പോൾ ബാക്കിൽ കൂടെ ട്രഷർ ഹണ്ടിൻ്റെ പിള്ളേർ പോകുന്നു. ഇതിനൊക്കെ ഉണ്ടല്ലോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ. അവർക്ക് ബാഡ്ജിൽ നമ്പർ ഡീറ്റെയിലിംഗ്, ലൈക്ക് സ്മോൾ അവരെ കയ്യിൽ ഓടുമ്പോൾ അവരെ ക്ലൂ അതുകൊണ്ട് ഓടുന്നവർ, അത് യൂണിഫോം ഇട്ട കോളേജ് പിള്ളേർ കുറേ പേരുണ്ട്. ഇന്റർ ക്വാളിഫൈസിന് അങ്ങനെ വരും, യൂണിഫോമോടെ ഉള്ള കോളേജുകൾ വരും. അവരൊരു പാസിങ് പരിപാടി ഇതൊക്കെ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റേഡിയോ ഡെഡിക്കേഷൻ അനൗൺസ്മെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഡബ് ചെയ്തിട്ട് നമ്മളത് അവിടെ പ്ലേസ് ചെയ്തതാണ്. അപ്പോൾ അതിനെ സൗണ്ട് ഡിസൈനിൽ തന്നെ നമ്മൾ മാക്സിമം കോളേജ് ഫെസ്റ്റിൻ്റെ നടുക്ക് നിൽക്കണ ഒരു ആംബിയൻസ് വേണം. എക്സ്പെഷ്യലി ഇൻ ദ ക്ലൈമാക്സ് ആ പ്രോഷോ സ്റ്റേജ് നടക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേജിൻ്റെ മുന്നിൽ വിനീതേട്ടൻ്റെ ഒരു പരിപാടി കാണാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഫീല് വേണമെന്നുള്ള ആദ്യം തന്നെ ഡിസൈൻഡാണ്. യെസ്, അതിരടി കൈയടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ബേസിലിൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയാനുള്ള ഡയറക്ടർക്ക് അടിപൊളിയാണ്. ആദ്യം തന്നെ പുള്ളി ഈ ക്യാരക്ടറിന് വേണ്ടി എടുത്ത എഫേർട്ട്, ട്രാൻസ്ഫോർമേഷൻ സാങ്കുട്ടിയായിട്ടാണ് നമുക്ക് പലയിടത്തും സാങ്കുട്ടിയായിട്ട് തന്നെയാണ് സാംബോയ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ബേസിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. സാങ്കുട്ടിയായിട്ട് മാക്സിമം സാങ്കുട്ടിയുടെ പരിപാടികൾ, സാങ്കുട്ടിയുടെ ഹൈ ആയിട്ടുള്ള പോയിന്റ്സ്, അതൊരു പോയിന്റിൽ പുള്ളി റിയലൈസ് ചെയ്യുന്നതും പുള്ളിക്കുണ്ടാവുന്ന ക്യാരക്ടർ ഒരു ആർക്കും അതിൻ്റെ ഒരു കൺക്ലൂഷനും
പുള്ളി ഇത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പുള്ളിയിൽ വരുമ്പോൾ അയാളുടെ എല്ലാം ലൈക്ക് ആ ഒരു അതുവരെ ഇങ്ങനെ ഒരു ഫസ്റ്റ് പുള്ളി ഇൻട്രോ മുതൽ ലൈക്ക് കോൺക്രീറ്റിനെ കുറിച്ച് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മുതൽ പിന്നെ അങ്ങോട്ട് പുള്ളിയെ നമ്മൾ കാണിക്കുന്നുണ്ടാകുന്ന സ്ക്രീൻ പ്രസൻസ് എന്നിട്ട് പുള്ളി ഇതിന് വേണ്ടി എടുത്ത എഫേർട്ടും മൊത്തത്തിലുള്ള പുള്ളിയുടെ ആക്ടിങ്ങിന്റെ പ്രത്യേകത എന്താ? പുള്ളി ഈ പറഞ്ഞ പോലെ ഒരു സീനിനെ നമ്മളിപ്പോൾ ഒരു നമ്മളൊരു സീൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് വായിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അതിനൊരു ബെറ്റർ ആവുന്ന ഒരു വേർഷൻ ആയിരിക്കും അത് മോണിറ്ററിൽ നമ്മൾ കാണുന്നത്. ലൈക്ക് അത് നമുക്ക് ഓക്കെയാണ് പരിപാടി. ഒരു എന്തെങ്കിലും ഒരു അഡീഷൻ ഇപ്പോൾ ഇതിനകത്ത് പാരൻസ് ടീച്ചേഴ്സിൻ്റെ കാണാൻ പോകുന്ന സീനിൽ ലാസ്റ്റ് സാങ്കുട്ടി ഇങ്ങനെ ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുകയാണല്ലേ, സോറി താങ്ക് യു പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ പുള്ളി കൈ തട്ടും. അത് അങ്ങനെയുള്ള അടിപൊളി പരിപാടികൾ വന്നിട്ടുണ്ട്. അടുത്ത കൈയടിക്കുന്ന എഡിറ്റിങ്ങിനാണ് ചമൻ ചാക്കോ. പടം മാറിയിട്ടുണ്ടോ? ഇതിൽ സെക്കൻഡ് ഹാഫിലൊരു ചേട്ടൻ്റെ ഒരു റേഡിയോ കൂടെ ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നതും അതേ സമയത്ത് ഇതേ ചേട്ടനും അച്ഛനുമായിട്ട് സംസാരിക്കുന്നത് 2 സീനായിട്ടിരുന്നാണ്. ഇത് ചമനാണ് ഇതിനെ ഇൻ്റർകട്ട് ചെയ്ത് ആക്കിയത്. അതേപോലെ ക്ലൈമാക്സിൽ ഒരു പോയിന്റിൽ അമ്മേനെ കാണിക്കുന്ന ഒരു ടോവിനോയുടെ ഒരു പരിപാടിയുണ്ട്. അതൊക്കെ ചമൻ്റെ ഒരു പരിപാടിയാണ്. ചമൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ചമൻ എല്ലാത്തിലും എഡിറ്റിംഗ് ടെമ്പോ എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളി എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് വെച്ച് റെഫറൻസ് വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ പേസിലാണ് പൊയ്ക്കൊണ്ടിരിക്കണം. അതിൽ നിന്ന് 1 മീറ്റർ താഴെ. അപ്പം മ്യൂസിക് അതേ പേസിൽ തന്നെ വിഷ്ണു തന്നിട്ടുള്ളത്. ലൈക്ക് അത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് അപ്പോൾ ബീറ്റ് ഇങ്ങനെ പുള്ളി ഇപ്പോൾ ടെമ്പോ കൗണ്ട് ചെയ്യണ ബീറ്റ് എടുത്ത് ഇത് വെച്ചിട്ട് എഡിറ്റും ഇതേ ബീറ്റിൽ തന്നെ സൗണ്ടും മ്യൂസിക് എല്ലാം വരുമ്പോഴാണ് നമുക്ക് ആ പേസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. മ്യൂസിക് കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ എഡിറ്റ്? അതെ. അപ്പോൾ അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത് കണ്ടിട്ട് മ്യൂസിക് ചെയ്ത് മ്യൂസിക് വെച്ചിട്ട് രണ്ടും ടൊവിനോ തൂക്കി എന്ന് പറയുന്നുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഡയറക്ടർക്ക് എങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, എല്ലാ ക്യാരക്ടേഴ്സിൻ്റെതായ രീതിയിലുള്ള ഒരു പരിപാടിയാണ്. ഇപ്പോൾ സാങ്കുട്ടിയാണ് ഇതിൽ അവസാനം മൊത്തം പരിപാടി ചെയ്തത്. ടൊവിനോ എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പരിപാടി. അത് പുള്ളി പറയുന്ന ആ ക്യാരക്ടറിൽ ചെയ്യേണ്ട രീതിയിൽ അത് മൊത്തം ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ആ ഒരു മ്യൂസിക്, അതിനുള്ള ആ ഒരു ലുക്ക് ടൊവിനോ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു സപ്പോർട്ട് ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് അത് വന്നിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൈയടിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. കൈയടിക്കാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. ഡയറക്ടർ കമൻറ്റ് പറഞ്ഞു 0 ലോജിക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തെടുത്താണോ? ഇതിൽ കുറേ ഏരിയ നമുക്ക് പറഞ്ഞിട്ട് പോലീസിൻ്റെ ഏരിയ നമുക്കിപ്പോൾ റിയലിസ്റ്റിക് ആയാലൊക്കെയാണ് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. അപ്പോൾ അത് നമ്മൾ വിട്ടതാണ്. അങ്ങനെ തന്നെ ചെയ്തതാണ്. ഓക്കെ, OTT വരുമ്പോൾ നമുക്ക് അത്ര ദഹിക്കില്ല എന്ന് പറയുന്ന ചിലരുണ്ട്. അതെ, സാധ്യതയില്ല. കാരണം OTT വരുമ്പോൾ ഇഷ്ടപ്പെടും. കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. OTT വരുമ്പോൾ വേറെ കുറേ ഡീറ്റെയിലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ലൈക്ക് അത് കാണുമ്പോൾ OTT വരുമ്പോൾ മനസ്സിലാവേണ്ടതാണ്. അതെന്താ സംഭവം, ഈ ക്യാമിയോ, ഇപ്പോൾ എസ്പെഷ്യലി ആ ക്യാമിയോ വരുന്ന ആ സമയത്തുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒക്കെ മേ ബി തിയേറ്ററിലിരുന്ന് കാണുമ്പോഴായിരിക്കും കൂടുതലുണ്ട്. ബട്ട് ഈ കഥ ആദ്യമേ നമുക്കൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്ന സമയത്ത് പോൾസൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്കൊരു ഫെസ്റ്റിവൽ പടം ചെയ്യാമെന്നാണ് അപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്നത്. ഒരു തിയേറ്റർ പടം, ആളുകൾ തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്ത് പോകുന്നൊരു പടം, അത് ചെയ്യാം. അപ്പോൾ അത് തന്നെയായിരുന്നു. റൈറ്റേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? റൈറ്റേഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നവരടുത്ത് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുക, പുതിയ നാരേറ്റീവ്സ്, പുതിയ സീരീസ് എല്ലാം കാണുക, മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. സെയിം ടൈം 2-3 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് നമ്മളൊരു പ്രോജക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരുപാട് സിനിമ എന്ന് പറഞ്ഞാൽ സംഭവിക്കുകയാണ് ലൈക്ക്. അപ്പോൾ അത് 2-3 പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട്. അതേസമയത്ത് ഇപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്വിച്ച് ചെയ്ത് മറ്റേതിൽ പോയിട്ട് അതൊരു 2 വീക്സ് അതിൽ വർക്ക് ചെയ്തിട്ട് ഇതിലോട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് പുതിയ കുറേ പോയിന്റ്സ് കിട്ടും. ഇതെന്താണ് എഴുതി വെച്ചിരിക്കണേന്ന് തോന്നും. അത് ഉറപ്പായിട്ടും തോന്നും, ഇതാണ് എഴുതി വെച്ചേക്കണെന്ന് തോന്നും. അത് ആ സാച്ചുറേഷൻ കുറേ ആയതുകൊണ്ടാണ്. അത് വേറെ എന്തെങ്കിലും ഒരു പരിപാടി പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് ഒന്നുകൂടി മനസ്സിലാവും നമുക്ക്. മിന്നൽ മുരളിയുടെ സമയത്ത് എല്ലാ സൂപ്പർ ഹീറോ പടം കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബേസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലേ? അപ്പൊ അതിരടിക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തു? അങ്ങനെ ഇല്ല, അതിരടിക്ക് സിനിമകൾ അങ്ങനെ റെഫറൻസ് അല്ല. കൂടുതലും കോളേജ് റിയൽ ടെക് ഫെസ്റ്റുകൾ പോയി കണ്ടില്ല. ടെക് ഫെസ്റ്റിൽ ഉണ്ടായിരുന്ന കുറേ കോർഡിനേറ്റേഴ്സ് അവരുടെ സംസാരിക്കുക, പിന്നെ നമ്മളെയൊക്കെ കുറേ പേരുടെ റിയൽ കോളേജ് അനുഭവങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഇതിൻ്റെ അകത്തുണ്ടല്ലോ, ഇപ്പം ഈ മെക്കാനിക്കൽ ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഫെസ്റ്റിന്.
അപ്പം ഏറ്റവും അലമ്പ് അടി ഉണ്ടാക്കണവന്മാരെ പിടിച്ച് ഡിസിപ്ലിൻ കമ്മിറ്റി ഇടും. അപ്പൊ അവർ അടി ഉണ്ടാവില്ല. അവരെ ഉത്തരവാദിത്തമായി മാറും. അത് ഇതിലുണ്ട് ഡിസിപ്ലിൻ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. നൈസ്. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അരുൺ. അതിരടി സൂപ്പർ ഹിറ്റായി മുന്നോട്ട് പോട്ടെ. താങ്ക് യു. അടുത്ത ഒരുപാട് പടങ്ങൾ വരട്ടെ. ബേസിലിന്റെ ബ്രഹ്മാണ്ട പടം അതും ഉടൻ അപ്ഡേറ്റ് തരാൻ പറ്റുന്ന രീതിയിലാവട്ടെ. താങ്ക് യു.